തിരുവനന്തപുരം ജില്ലയിലെ കേരള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന തിരുവനന്തപുരം പാളയത്തിനടുത്തെ PMG ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രിയദർശിനി പ്ലാനറ്റേറിയമാണിത്. 1984 സ്ഥാപിതമായ ഈ പ്ലാനറ്റേറിയത്തിൻ്റെ ഡയറക്ടർ അരുൾ പ്രകാശ് ജെറാൾഡ് എന്ന വ്യക്തിയാണ്. ഇവിടം ജ്യോതിശാസ്ത്ര പ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. നിങ്ങളുടെ ബുദ്ധികൂർമ്മത വർദ്ധിപ്പിക്കുന്ന ധാരാളം സയൻസ് എക്സിബിഷനുകൾ നിങ്ങൾക്ക് ഇവിടെ ധാരാളമായി കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ഈ പ്ലാനറ്റേറിയത്തിലെ ഗ്രൗണ്ടിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭീമാകാരനായ ഈ ഒരു ഗ്ലോബ് വളരെയധികം ആകർഷണം ലഭിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതാണ് അജിത് അഥവാ നാറ്റ് യുദ്ധവിമാനം. ഇന്ത്യൻ വ്യോമസേന വളരെ വിജയകരമായി ഉപയോഗിച്ച ഒരു ജെറ്റ് യുദ്ധവിമാനമാണ് HAL അജിത് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ നാറ്റ് വിമാനം. ഈ യുദ്ധവിമാനത്തിന് ഭാരതത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിൽ വളരെ തിളക്കമാർന്ന സ്ഥാനമാണുള്ളത്. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ അമേരിക്കൻ നിർമ്മിതമായ സേബർ യുദ്ധവിമാനങ്ങളുടെ മേൽ വ്യക്തമായ മേൽക്കൈ നേടി ഭാരതത്തിന് അഭിമാനകരമായ വിജയം നേടാൻ ഇവ സഹായിച്ചു. അക്കാലത്ത് സേബർ ഘാതകൻ എന്നാണ് ഈ യുദ്ധവിമാനം അറിയപ്പെട്ടിരുന്നത്. ഒറ്റ സീറ്റുള്ള നാറ്റ് യുദ്ധവിമാനം ആദ്യമായി വികസിപ്പിച്ചത് ബ്രിട്ടീഷ് കമ്പനിയായ പോളണ്ടാണ്. പിന്നീട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുകയും വ്യോമസേനയ്ക്ക് നൽകുകയുമായിരുന്നു. 1991 വരെ അജിത് യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം ആ അജിത് യുദ്ധവിമാനം ഇവിടെ വിശ്രമത്തിലാണ്. ഈ നൽകിയിരിക്കുന്നതാണ് തിരുവനന്തപുരം PMG പ്രിയദർശിനി പ്ലാനറ്റേറിയത്തിലെ ടിക്കറ്റുകളും സമയവും. അതിൽ ഓരോന്ന് നൽകിയിട്ടുണ്ട്, നോക്കി വായിച്ചാൽ മതി. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. പ്ലാനറ്റേറിയത്തിലെ പ്രധാന ഷോ ആയ വാന നിരീക്ഷണത്തിന് തൊട്ടു മുമ്പായി നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ മുൻഗാമികളായ ജനങ്ങളുടെ അവരുടെ ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പ്ലാനറ്റേറിയം ജീവനക്കാർ കൊണ്ടുപോകുന്നു. വർഷങ്ങളോളം മണ്ണിൽ മറഞ്ഞു കിടന്ന സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ഈജിപ്തിലെ സ്ഫിങ്സ് എന്ന പ്രതിമയാണ് ആദ്യം കണ്ടത്. ഇത് പിരമിഡുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഗിസയിലെ പിരമിഡാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചുവാണിത്. ഏകദേശം 2000 വർഷത്തോളം നിലനിന്നിരുന്ന മെസോ അമേരിക്കയിലെ ഒരു പുരാതന സംസ്കാരമാണ് മായൻ സംസ്കാരം. അവർ അവരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്ന അവരുടെ ഒരു ക്ഷേത്രമാണ് നിങ്ങളീ കാണുന്നത്. വാസ്തുവിദ്യ, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, എഴുത്ത് എന്നിവയിൽ മായൻ സംസ്കാരം വളരെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇത് 2 സമാന പെൻഡുലങ്ങളെ അവയുടെ ആധാര ബിന്ദുക്കൾക്കിടയിൽ വെച്ച് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവയിൽ ഒന്നിനെ നിശ്ചലമാക്കി നിർത്തിക്കൊണ്ട് മറ്റേ പെൻഡുലത്തെ ആട്ടിവിട്ടാൽ
പരസ്പരമുള്ള ഊർജ കൈമാറ്റത്താൽ ഇവ ഒന്നിടവിട്ട് ആന്തോളനം ചെയ്യും. ഇതിൻ്റെ പേരാണ് കപ്പിൾഡ് പെൻഡുലം. കപ്പിൾഡ് പെൻഡുലം. പക്ഷേ അങ്ങനെ അല്ലല്ല, ആട്ടുക, പെൻഡുലത്തെ ആട്ടുക. ഈ സംഭവം ഒന്നോ അതിലധികമോ ഗോളങ്ങൾ ഒരു വശത്തു നിന്നും വലിച്ചു വിട്ടാൽ അത്രയും തന്നെ ഗോളങ്ങൾ മറുവശത്തു നിന്ന് തെറിച്ചു മാറുന്നത് കാണാം. ഈ പ്രക്രിയ ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തങ്ങൾ, ഊർജ്ജ സംരക്ഷണ നിയമം, ആക്ക സംരക്ഷണ നിയമം എന്നിവ വിവരിക്കുന്നു. കാണിച്ചില്ല. അപ്പോൾ ഈ നീല ബോള് വലിച്ചു വിട്ടാൽ ഇപ്പുറത്തുള്ള വെള്ളം അങ്ങോട്ട് മാറിയതുണ്ടാകും. അതേപോലെ വെള്ള വലിച്ചു വിട്ട നീല അങ്ങോട്ട് മാറും. ഇതാണ് ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തം. ഈ സംഭവം രണ്ട് ബോളുകൾക്കിടയിലൂടെ വായു വേഗത്തിൽ ചലിക്കുന്നതിൻ്റെ ഫലമായി അവയ്ക്കിടയിലെ മർദ്ദം കുറയുകയും അന്തരീക്ഷ മർദ്ദം ബോളുകളെ പരസ്പരം അടുപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടഗ്രവും തുറന്ന കുഴലുകൾക്കുള്ളിലെ വായു ഉത്തേജിക്കപ്പെടുമ്പോൾ അവയുടെ ദൈർഘ്യത്തിനനുസൃതമായ നാദങ്ങളുണ്ടാകുന്നു. കുഴലിലെ വായുയൂപത്തിൻ്റെ ദൈർഘ്യം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ നാദങ്ങളുടെ പിച്ച് വ്യത്യാസപ്പെടുകയും കുഴലിനുള്ളിൽ നിശ്ചല അനുദൈർഘ്യ തരംഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. കുഴലിൻ്റെ തുറന്ന അഗ്രങ്ങളിൽ ആൻറ്റിനോഡുകളും ഉണ്ടാകുന്നു. ഇത് ഡ്രമ്മിൻ്റെ ഉൾഭാഗത്ത് നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള നിശ്ചല ചിത്രങ്ങൾ. ഡ്രം പതുക്കെ കറക്കി സ്ലിറ്റിനുള്ളിലൂടെ നോക്കിയാൽ പെൺകുട്ടി നൃത്തം ചെയ്യുന്നതായി കാണാം. സ്പീഡിൽ കറക്കണം. നമ്മൾ കാണുന്ന ഏതൊരു ചിത്രവും 1:25 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ തങ്ങി നിൽക്കും. നൃത്തത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള നിശ്ചല ചിത്രങ്ങൾ തുടർച്ചയായി വേഗത്തിൽ കാണുമ്പോൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. കണ്ണിൻ്റെ ഈ കാഴ്ച തങ്ങൽ പ്രക്രിയ ഉപയോഗപ്പെടുത്തിയാണ് തോമസ് ആൽവ എഡിസൺ ചലച്ചിത്രം കണ്ടുപിടിച്ചത്. ഇതൊരു യാന്ത്രിക ഗൈറോസ്കോപ്പാണ്. ഇതിൻ്റെ അച്ചുതണ്ട് ഏതൊരു ദിശയിലേക്കും ക്രമീകരിക്കാൻ തക്കവണ്ണം സ്വതന്ത്രവുമാണ്. ഒരഗ്രം അല്പം മാത്രം താങ്ങിയാൽ തിരശ്ചീനമായ അച്ചുതണ്ടിൽ കറങ്ങുന്ന ഒരു ഗൈറോസ്കോപ്പ് അതിൻ്റെ ക്രമീകരണം തുടരുന്നു. തിരശ്ചീനമായ അക്ഷം നിലനിർത്തുന്ന ഇതിൻ്റെ താങ്ങില്ലാത്ത ഭാഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദർശന വസ്തുവിൽ ക്രമീകരണം നിലനിർത്തുന്നത് ഇതിൻ്റെ ഭ്രമണം കൊണ്ട് സംജാതമാകുന്ന ആക്കത്താലാണ്. കൈപ്പിടി അമർത്തി ദ്രാവക രൂപത്തിലൂടെ വായു കുമിളകൾ മുകളിലേക്ക് ഉയരുന്നത് കാണാം. മുകളിലേക്ക് ഉയരുന്തോറും കുമിളകൾ വലുതായി വരുന്നതും കാണാം. കുമിള മുകളിലേക്ക് ഉയരുന്തോറും അതിന്മേലുള്ള മർദ്ദം കുറയുകയും തന്മൂലം കുമിളകളുടെ വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന ബോയിൽ നിയമമാണ് ഇതിൻ്റെ അടിസ്ഥാനം. തൂക്കിയിട്ടിരിക്കുന്ന ചക്രത്തെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റിയ ശേഷം വിടുക. ചക്രം താഴേക്ക് ഉരുണ്ടിറങ്ങുകയും വീണ്ടും മുകളിലേക്ക് ഉരുണ്ട് കയറുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് സ്ഥാനികോർജത്തിൻ്റെയും ഗതികോർജത്തിൻ്റെയും പരസ്പര പരിവർത്തനത്തെ കാണിക്കുന്നു. തൂക്കിയിട്ടിരിക്കുന്ന ചക്രത്തെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റിയ ശേഷം വിടുക. ഇതൊരു തോന്നൽ മാത്രമാണ്. അതായത് സ്വിച്ചമർത്തി ചുവപ്പ് ചതുരത്തിൻ്റെ ചലനം ശ്രദ്ധിക്കുക. കറങ്ങുന്ന ചതുരത്തിൻ്റെ വലിപ്പത്തിന് മാറ്റം സംഭവിക്കുന്നതായി കാണാം. കാരണം മഞ്ഞ ചതുരങ്ങളെ അടിസ്ഥാനമാക്കി ചുവപ്പ് ചതുരത്തെ നോക്കുമ്പോൾ അത് സുതാര്യമായ ഭാഗത്തുകൂടി ഭാഗികമായി കാണുന്നതിനാലാണത്.
കണ്ടതാണ് അനുപ്രസ്ഥ തരംഗത്തിൻ്റെ മാതൃക. നിങ്ങൾ ഈ കാഴ്ച കണ്ടത്, അതായത് അതിനകത്തുള്ള താജ്മഹൽ പൂർണ്ണമായും കാണാനുള്ള കാരണം കാഴ്ച തങ്ങൽ പ്രക്രിയ എന്ന പ്രതിഭാസം മൂലമാണ്. നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ഓരോ പ്രതിബിംബവും 1 അല്ലെങ്കിൽ 16 സെക്കൻഡ് സമയം റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നു. ഇതാണ് മുൾമുനക്കസേര. ഇതിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. ശരീരം പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ആണികളിലും തുല്യമായി പങ്കുവെക്കുന്നത് കാരണം ഇതിലിരിക്കുന്നത് കൊണ്ട് നമ്മളെ ബാക്ക് ഭാഗം മുറിയില്ല കേട്ടോ. ഡബിൾ കോൺ ഉരുളുന്നത് മുകളിലേക്കോ താഴേക്കോ? ഡബിൾ കോണിൻ്റെ ബേസിൽ നിന്ന് കേന്ദ്രഭാഗത്തേക്കുള്ള ദൂരം ചരിവ് തലത്തിൻ്റെ താഴ്ന്ന ഭാഗത്ത് കൂടുതലും ഉയർന്ന ഭാഗത്ത് കുറവുമായിരിക്കും. ഡബിൾ കോൺ എപ്പോഴും അതിൻ്റെ കേന്ദ്രഭാഗത്തു നിന്നും ബേസിലേക്കുള്ള കുറഞ്ഞ അകലത്തിലുള്ള ചരിവ് തലത്തിൻ്റെ ഭാഗത്ത് നിശ്ചലമായി നിൽക്കും. അതിനാൽ കോൺ ചരിവ് തലത്തിൻ്റെ താഴ്ന്ന ഭാഗത്തു നിന്നും മുകളിലേക്ക് ഉരുളുന്നു. ഇതിൻ്റെ പേരാണ് ഡബിൾ കോൺ റോളിംഗ് കുഫിൽ.